വിഷുക്കെ എങ്ങനെ പോയി? വിജയാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ വിഷു അടിപൊളിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 2026 നല്ലൊരു വിഷുക്കണി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ കൂടെ എൻ്റെ വിഷു കൂടി ഞാൻ കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ വിചാരിച്ചു എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. പക്ഷേ വിഷുവിൻ്റെ തലേ ദിവസം രാത്രി എങ്ങനെ വിഷുക്കണി ഒരുക്കിയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചില്ല എന്നാൽ പിന്നെ എനിക്ക് മൈൻഡിൽ വന്നത്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആ ഹസ്ബൻഡിന് നാളെ ലക്നൗ പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ആളിട്ടാ. എല്ലാ കൊല്ലം വിഷുവിന് നമ്മൾ ഫുൾ ഫാമിലി, ഞാൻ, എൻ്റെ മക്കൾ, പിന്നെ ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ടാണ് വിഷുക്കണി ഒരുക്കാറിട്ടാ. ഇപ്രാവശ്യം ഇതെല്ലാം റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലേക്ക് വന്നിട്ടുണ്ട്. മൂത്ത മോൾക്ക് ജോലി ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം വിഷുവിൻ്റെ ദിവസം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ലക്നൗവിലേക്ക് പോകണമായിരുന്നു. പിന്നെ താഴെയുള്ള മോൾ എവിടെയാണെന്ന് വിചാരിക്കട്ടോ. താഴെയുള്ള മോള് നീറ്റ് എക്സാം ഇക്കൊല്ലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷനിൽ അവൾ രാത്രി ഉറക്കം വിളിച്ചിട്ട് പഠിക്കുന്ന കാരണം അവൾക്ക് വെളിച്ചാകുമ്പോൾ എനിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് April 14th നൈറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തലേ ദിവസം വിഷുക്കണിയൊക്കെ ഒരുക്കുന്ന സമയം. ഓക്കെ, ഇതൊരു 8:30 9:30 10 കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിതൊക്കെ ചെയ്യണം. പിന്നെ എൻ്റെ വേഷം ഒന്നും കണ്ടിട്ട് ജഡ്ജ് ചെയ്യല്ലേ കേട്ടോ. രാത്രി അത്ര ഒരുങ്ങിയൊന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണതിൻ്റെ തിരക്കിൽ അധികം ഒരുങ്ങിയിട്ടൊന്നും ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ഉറക്കപ്രാന്തം ഉണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റ് കിട്ടണില്ലല്ലോ. ഇട്ട കോലത്തിൽ തന്നെ ഞാൻ റോ ആയിട്ട് ഈ വീഡിയോ ഇടണേ. അപ്പോൾ ഞാനൊരു പാത്രം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാത്രത്തിൽ മഞ്ഞപ്പട്ട്, ഇവിടെ എല്ലാ കൊല്ലം വിരിക്കുന്ന പട്ടാണ്, ഞാൻ ഒന്ന് മാറ്റാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പട്ടിൽ കുട്ടി കൃഷ്ണനെയാണ് ഞാൻ ഒരുക്കണ. വെണ്ണക്കുടത്തിൽ കൈയിട്ട് ഇരിക്കണ കൃഷ്ണൻ്റെ രൂപമാണ് കേട്ടോ. അപ്പോൾ കുട്ടി കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. പഴവും പപ്പീത്തയും അതിൻ്റെ ഒക്കെ ഇടയിലായിട്ട്. പിന്നെ ഓടക്കുഴൽ വെച്ചു. പിന്നെ കുറച്ച് മയിൽപ്പീലി കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 മയിൽപ്പീലി ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയിൽപ്പീലി ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 മയിൽപ്പീലി കൂടി ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മയിൽപ്പീലി പിന്നെ വെക്കണത് നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വീടിന് നല്ലതാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറയിലേക്ക് നോക്കണത് വേറെ നല്ല ക്യാമറ ഇപ്രാവശ്യം കുറച്ച് ഡിസ്റ്റൻസിലാണ് വെച്ചാണ്. പിന്നെ ടേബിളിൽ കുറേ സാധനങ്ങളും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ മറിയോ എന്നുള്ളൊരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ പൂവ് ഞാൻ ഒറിജിനൽ പൂവ് മോർണിംഗിൽ ഇനി പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ഇടുക. അത് കൂടാണ്ട് ഈ പ്ലാസ്റ്റിക് ഓറഞ്ച് ഫ്ലവർ ഞാൻ മേടിച്ചിടും. ബിക്കോസ് നമുക്കിപ്പോൾ കൃഷ്ണൻ്റെ മേത്ത് കുറേ നേരം പൂവ് ചാർത്തിയിരിക്കണം എന്ന് ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ പൂവ് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ മാർബിളിൻ്റെ ആണ്. അപ്പോൾ മാർബിളിൽ കറ വിടുന്നുള്ള പേടിയാണ് കേട്ടോ. അപ്പോൾ ചെണ്ടുമല്ലി പൂവ് പിന്നെ ഈ ഗേന്ദ ഫ്ലവർ എന്നാണ് ഇവിടെ പറയുക. അതൊക്കെ കറ വിടുന്ന പൂക്കളാണ്. അപ്പോൾ അത് അധികം നേരം നമ്മൾ സ്ലാബിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ്റെ മേത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ആ കറ ആ കൃഷ്ണൻ്റെ മാർബിളിന് പിടിക്കും. അത് കാരണമാണ് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ചേർത്തിയാണ്. ഫ്രഷ് ഫ്ലവേഴ്സ് മോർണിംഗിൽ ആൾക്ക് കൃഷ്ണൻകുട്ടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഊരി കളയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പൂക്കൾ ഞാൻ തലേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം കേട്ടോ. April 14 ഞാനൊരു ഉച്ച സമയത്ത് പോയിട്ട് ഞാനും എൻ്റെ മോളും കൂടിയിട്ട് പോയിട്ട്, ഉച്ചയല്ല കേട്ടോ, ഈവനിങ് സമയത്ത് ഒരു 6 മണിക്ക് പോയിട്ട് വീടിൻ്റെ അടുത്തുള്ള പാർക്കിൽ പൊട്ടിച്ച് കൊണ്ടുവന്നു. ഒരു ചെമ്പ് പാത്രം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്യണം. അവിടെ ഹസ്ബൻഡിൻ്റെ തിരക്കിലാണ്. ബാഗ് കണ്ടില്ല, ഞാൻ നേരത്തെ അതാണ് ക്യാമറ ശ്രദ്ധിക്കേണ്ടായിരുന്നത്. ക്യാമറയുടെ മുമ്പിൽ എന്നെ കൊണ്ടുപോയി ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഓടിച്ചെന്ന് ഞാൻ ക്യാമറ സേഫാക്കി വെച്ചിട്ടാ. അപ്പോൾ അതെങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഇഷിത്തക്കുട്ടി ഉറക്കത്തുനിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. അവളിത്തിരി പഠിച്ചിട്ട് ഇത്തിരി റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് വല്ല ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കുറച്ച് കഴിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തോ, വേണമെങ്കിൽ ഇപ്പോൾ ഹെൽപ്പ് ചെയ്തോ, ഞാൻ ഏതായാലും ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ചെമ്പ് ഞാൻ അവൾക്ക് കൊടുത്തു. അവൾ ഇൻചാർജായിട്ടാണ്. താങ്ക് ഗോഡ് എനിക്ക് റെസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഏതായാലും അവളുടെ മൂഡ് ഇത്തിരി എനർജറ്റിക് ആണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അവൾ എത്ര എനർജറ്റിക് ആൻഡ് ഹാപ്പി ആയിട്ടിട്ട് ഇത് ചെയ്യണേ. അവൾക്കും ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഒരുക്കാൻ. ആദ്യം പോയിട്ട് അവൾ കൃഷ്ണൻ്റെ 2 ചെവിമീൻ 2 വെളുത്ത പൂവ് അങ്ങോട്ട് കൊണ്ടുവച്ചു. ഞാൻ പറഞ്ഞു അവളോട് കൃഷ്ണൻ്റെ മേത്ത് ഇങ്ങനെ പൂക്കൾ വെക്കല്ലേ, അത് കറ വീഴും, പിന്നെ അത് പാരയാവൂട്ടോ. പക്ഷെ അവൾ കേട്ടില്ലേ. ഏതായാലും അവളുടെ സമാധാനത്തിന് ഞാൻ അവളുടെ ഇഷ്ടത്തിനും വേണ്ടിയിട്ട് സമ്മതിച്ചു കൊടുത്തു. അപ്പോൾ ചെവിയിൽ 2 പൂക്കൾ നല്ല ഭംഗിയിൽ അവൾ കൃഷ്ണന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലത്തെ വിഷുവൊക്കെ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. ഇവിടെ എത്ര ചെയ്താലും എനിക്കറിയാം നമുക്ക് ആ നാട്ടിലത്തെ ഫീൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിലത്തെ ഫീൽ കൊണ്ടുവരാൻ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഭാഗ്യക്കേടാന്ന് പറഞ്ഞാൽ പോരാ. ഇതുവരെ ഇത്രയും കൊല്ലമായി, എനിക്ക് ഇത്രയും ഏജൊക്കെ ആയി, എന്നിട്ടും എനിക്ക് നാട്ടിലത്തെ ഒരു വിഷു ഓണോ ഒന്നും കൂടാൻ പറ്റിയിട്ടില്ല ഇന്ന് വരെ. ആക്ച്വലി ഇവിടെ April മാസത്താണ് പുതിയ സെഷൻ തുടങ്ങുക. ഡൽഹി ആയാലും നോയിഡ ആയാലും UP ഒക്കെ ആയാലും ഇവിടെ ന്യൂ സെഷൻ 1st April തുടങ്ങുക. അപ്പോൾ എങ്ങനെയാണ് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുക? ഇവരുടെ പുസ്തകം മേടിക്കണം, ഇവരുടെ യൂണിഫോം മേടിക്കണം, ഇവരുടെ ഫീസ് അടയ്ക്കണം, പിന്നെ ഇവരുടെ ബസ് അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ ആദ്യത്തെ ഈ April മാസത്തിൽ തന്നെ കഴിയണം. ഇവരുടെ ഐ കാർഡ് ഉണ്ടാക്കണം പുതിയ സെഷൻ്റെ. പിന്നെ അത് കൂടാണ്ട് ഇതൊന്നും അല്ലാണ്ട് April mid ആകുമ്പോഴേക്കും യൂണിറ്റ് ടെസ്റ്റുകൾ തുടങ്ങും. യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ട്
5 സബ്ജക്റ്റിനെയും യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ സ്കൂൾ അടക്കിയട്ടാ. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ഏപ്രിലിൽ വന്ന് വിഷു ഒക്കെ ആഘോഷിക്കാൻ പറ്റുക? ഇതുവരെ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ പിള്ളേർ സ്കൂളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വിഷു കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇതുവരെ എനിക്കറിയില്ല എങ്ങനെയാണ് പണ്ടത്തെ പോലെ ഇപ്പോഴും നാട്ടിൽ അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കുക, അപ്ഗ്രേഡ് ചെയ്തോ അതോ തീരെ ഇൻട്രസ്റ്റ് ഇല്ല ആൾക്കാർ ഒക്കെ വീട്ടിൽ ഇരുന്ന് TV കാണുകയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ വിഷു പ്രോഗ്രാംസ് ഇങ്ങനെ മലയാളം ചാനലിലൊക്കെ കാണും, പിന്നെ ഒരു മലയാളം മൂവിയും കാണും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും കേരളം മിസ് ചെയ്യാണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഇത് പോകും. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഡെക്കറേഷൻ. എൻ്റെ കൃഷ്ണൻ കുറ്റി റെഡിയായി. അതിൻ്റെ മുമ്പിൽ നമ്മൾ രാമായണം, ഭഗവത്ഗീത അങ്ങനത്തെ പോലത്തെ റിലീജിയസ് ബുക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ബുക്കാണ് വെച്ചാണ്. പിന്നെ 2 കൃഷ്ണനുണ്ട്. വലിയ കൃഷ്ണൻ മാർബിളിൽ പണിത കൃഷ്ണൻ, നടുവിൽ അത് അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല, അത്രയും വെയിറ്റാണ്. അത് നമ്മൾ വൃന്ദാവനിൽ പോയിട്ട് പണിപ്പിച്ചെടുത്ത പ്യുവർ മാർബിളിൽ പണിപ്പിച്ചെടുത്ത കൃഷ്ണനാട്ടോ. വരച്ച് ഞാൻ ഇവിടുന്ന് ഡിസൈനൊക്കെ വരച്ച് കൊണ്ടുപോയിട്ട് പണിതെടുത്ത കൃഷ്ണനാണ്. അപ്പോൾ ചെറിയ കുട്ടി കൃഷ്ണനെ കിണത്തിൽ കയറിയിരിക്കാമല്ലോ. അപ്പോൾ ചെറിയ കുട്ടി കൃഷ്ണനാണ് ഞാനിവിടെ കണിക്ക് ഒരുക്കിയതിൻ്റെ നടുവിൽ വെച്ചേക്കണം. പിന്നെ ഇത് ദുർഗാദേവി, നമ്മുടെ പിന്നെ ഗണപതി, പിന്നെ താഴെ 2 കൃഷ്ണൻകുട്ടികൾ കണ്ടില്ലേ, ഈ മലയും പിടിച്ച് നിൽക്കണ കൃഷ്ണൻ. പിന്നെ ഇതാണ് നമ്മുടെ മാർബിളിൽ പണിത കൃഷ്ണൻ. പിന്നെ നേന്ത്രപ്പഴം ഞാൻ കണ്ടില്ലേ, എൻ്റെ ഫേവറേറ്റ് നേന്ത്രപ്പഴം. ഞാൻ മാത്രം ഇവിടെ തിന്ന് തീർക്കുള്ളൂ കേട്ടോ. ഇവിടെ എനിക്കാണ് ഏറ്റവും ഇഷ്ടം, ബാക്കി ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇവിടെ വിഷു കണിക്ക് മഞ്ഞ പൂവായിട്ട് നമ്മുടെ മറ്റേ നാട്ടിലത്തെ വിഷു പൂവൊന്നും കിട്ടില്ല കേട്ടോ. ഇവിടെ കിട്ടണത് വിഷുവിന് കിട്ടണ പൂവ് ഇതാണ്. ഈ പൂവ് ഇവിടെ ഈ സമയത്ത് വിരിയും കേട്ടോ. അപ്പോൾ ഈ പൂവായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരാൾ കാര്യമായിട്ട് ഷൂ അങ്ങോട്ട് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന. നാളെ വിളിച്ചാകുമ്പോഴത്തെ 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആണ് കേട്ടോ. പിന്നെ മൂത്ത മോള് കണ്ടില്ലേ, അത് ടോട്ടൽ ബിസി, ജോലിക്കുള്ള ബിസി. ലക്നൌവിലേക്ക് പോകണം, അതിന്റെ തിരക്കിലാ. गलौटी कबाब खाने लखनऊ इज फेमस फॉर गलौटी कबाब. എനിക്ക് പഠിക്കാല്ലേ? Show my shoes. How nicely. Woodland shoes. How nice. ഒരാൾ ലക്നൌവിൽ പോകണ നറുക്കെടുത്തിട്ട് ആ ഡേറ്റ് എടുത്ത് വെച്ചേക്കാണ്. വിഷുവിന് തന്നെ ലക്നൌവിൽ പോകണമെന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റാളെന്താ സ്ഥിതി? ഒരാൾക്ക് ഇവിടെ വയ്യ തീരെ ജോലി ചെയ്തിട്ട്. അതാ ഇതാണ് ഡെക്കറേഷൻ. ഇതാണ് ഡെക്കറേഷൻ. മലയാളത്തിൽ പറയണം, മലയാളം ഓഡിയൻസിന്. അപ്പോൾ ഇതാണ് വിഷു ഒരുക്കുകയാണ്, കണി ഒരുക്കുകയാണ്. ഇത് ഇവിടുത്തെ ഡൽഹി സ്റ്റൈൽ അനുസരിച്ചാണ് ഒരുക്കുകയാണ്. അത്ര ഡീറ്റെയിൽ ചക്കയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പറ്റാവുന്ന വിധത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വീട്ടിലൂടെ ഭയങ്കര തിരക്കാണ്. ഹസ്ബൻഡാണ് പൊതുവേ ഹെൽപ്പ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ പൊതുവെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാറ് ഇതൊക്കെ ഒതുക്കാനോ ഒരുക്കാനോ ഒക്കെ. ഈ പ്രാവശ്യം താഴെയുള്ള മോളിനെ ഹെൽപ്പ് ചെയ്തത് കണ്ടില്ലേ. ഇത് ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അധികം നാട്ടിലത്തെ അത്ര വിഷു ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചക്കയും മാങ്ങയൊന്നും കാണില്ല ഇവിടെ. നമുക്ക് മാങ്ങയുണ്ടോ? എന്നാൽ അതെടുക്ക്, അത് മറന്നു. അപ്പോൾ നാട്ടിലത്തെ പോലെ ചക്കയൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ഇത് നോയിഡ സ്റ്റൈലിൽ ചെറിയതായിട്ടുള്ളൊരു വിഷു ഒരുക്കം മാത്രം കേട്ടോ. ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഡൽഹി കഥകൾ വിത്ത് വിജി. അപ്പോൾ ഇത് നാട്ടിലത്തെ വിഷുവായിട്ട് തീരെ കമ്പയർ ചെയ്യേണ്ട. മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഓർത്തില്ല. അത് വെക്കുക, അത് അവിടെ വെക്കുക, പഴത്തിൻ്റെ അടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെക്കുക, കാണുന്ന വിധത്തിൽ വെക്കുക. അപ്പോൾ മോള് ആണ് ഹെൽപ്പ് ചെയ്യണം. താഴെയുള്ള മോളാണ് ഇപ്രാവശ്യം ഹെൽപ്പിന്. ഇത് നമ്മൾ ഞാൻ ഇന്നലെ പാർട്ട് 1 ഇട്ട വിഷു ഷോപ്പിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ രാമകൃഷ്ണ സ്റ്റോറിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ ആ കളക്ഷൻസൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ നിന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മേടിച്ച സാധനങ്ങൾ കേട്ടോ. പിന്നെ പഴമുണ്ട്, ശർക്കര ഉപ്പേരി ഉണ്ട്, ചിപ്സ് ഉണ്ട്, വെള്ളരിക്ക. മെയിനായിട്ടുള്ള സാധനം അവൾ ഓർത്ത് വെച്ചു കേട്ടോ. വെള്ളരിക്ക ഇവിടെ വെക്കുക, കണി കാണണം. വെള്ളരിക്ക അയ്യോ അത് വേണ്ട, അത് വേണ്ട, അത് വെക്കണ്ട, അത് വെക്കാൻ പാടില്ല. വെള്ളരിക്ക, മാങ്ങ, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാണ് സൗത്ത് ഇന്ത്യൻ ചിപ്സ്, ചിപ്സ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മിക്സ്ചർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ അരിമുറുക്ക് മേടിച്ചിട്ടുണ്ട്, കോക്കനട്ട് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിപ്പോൾ ഒരെണ്ണം ഇവിടെ അത് പൊട്ടിച്ച് വെക്കണം. പിന്നെ ചിപ്സ് ഉണ്ട്, മാങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, വാൽക്കണ്ണാടി,
കൃഷ്ണൻ, 2 മയിൽപ്പീലി, പിന്നെ ആ വെഞ്ചാമരം പോലത്തെ സാധനം എന്താ എന്ന് എനിക്കറിയില്ല. ഈ മൾട്ടി കളേർഡ് സാധനം ഫാൻ പോലത്തെ എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇത് എന്താ സാധനം എന്ന്. പിന്നെ പച്ചമാങ്ങ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക് കുറച്ച് കളക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയ എൻ്റെ കേരള ബനാന അവിടെ ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട്, 1 കിലോ മേടിച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ വേറെ പിന്നെ കൃഷ്ണന് മഞ്ഞ, പിന്നെ ഭഗവാന് ഒന്ന് ടി വിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ. പിന്നെ ഭഗവാന് മഞ്ഞ പട്ടടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നാലെ ഓം കാണാണ്ടല്ലോ, അപ്പോൾ ശബ്ദം കുറയ്ക്കൂ. പിന്നാലെ ഓം കാണാണ്ട്. അപ്പോൾ മഞ്ഞപ്പട്ടും മഞ്ഞ പൂവും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്രിക്കറ്റ് പ്രാന്തനെ കണ്ടില്ലേ ശരിക്കും. പിന്നെ കുറച്ച് സ്വർണവും വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കണി കാണാൻ വെച്ചേക്കണേ. ഇനി കുറച്ച് കാശും വെച്ചിട്ട് പൂർണ്ണം കിട്ടും. അപ്പോൾ അത് നമ്മൾ എല്ലാ പ്രാവശ്യം ഈ കാറിൻ്റെ കണി വെച്ച് ഇപ്പോൾ കാറിൻ്റെ കീസ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും फोटो लेना तो यार കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ കുറേ നേരമായി. അപ്പോൾ വിചാരിച്ചു ശരി എന്നാൽ നമുക്ക് പുറത്തുനിന്ന് സദ്യ കഴിക്കാം ഓർഡർ ചെയ്തിട്ട്. ആക്ച്വലി നാളെ ഏതായാലും ഹസ്ബൻഡ് ലക്നൗവിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ സദ്യ മിസ്സാവും. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്ന് തന്നെ ഇവിടെ ഒരു ആടിപ്പാടി റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റ് ആട്ടോ. ആടിപ്പാടി വേഗം ഓടി അവർ സദ്യ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു വേറൊരു പുതിയ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മസ്റ്റേർഡ് കേരളയാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അടിപൊളിയായിരുന്നു ടേസ്റ്റും ആൻഡ് പാക്കിംഗ് പറയാൻ പറ്റില്ല, അത്രയും നല്ല സൂപ്പർ പാക്കിംഗ് ആയിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒക്കെ വെൽ സീൽഡ് ആയിരുന്നു. പിന്നെ ക്വാണ്ടിറ്റിയും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ ഈ ചട്നിയൊക്കെ ഈ ഇപ്പം നമ്മൾ ഡബ്ബ അങ്ങനെ കുന്നു പോലെ ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചേക്കണില്ലേ, അത് മുഴുവൻ എക്സ്ട്രാസ് ആണ് കേട്ടോ. എക്സ്ട്രാ കൂട്ടാൻ, എക്സ്ട്രാ മോര്, എക്സ്ട്രാ അതൊക്കെ. ഇത് എന്താ കണ്ടില്ലേ, ഇനിയിപ്പോൾ മോരിൻ്റെ കളക്ഷൻസാണ് ഡിസ്പ്ലേക്ക് വെക്കണം കേട്ടോ. ഇതൊക്കെ മോരുമാണ്. ഇത്ര മോര് അവർ എക്സ്ട്രാ തരും. പിന്നെ അതെ അതല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ വേറെ വെജ് ട്രേ പോലെ ഉണ്ട്, അതിലും ഈ ഐറ്റംസ് ഉണ്ട്. ഇതേ മോരും ഇതേ സാമ്പാറും ഇതേ തോരനും ഒക്കെ അതിലുണ്ട് കേട്ടോ. അത് കൂടാണ്ടാണ് ഇവർ ഈ എക്സ്ട്രാസ് ആയിട്ട് വീണ്ടും ഫില്ലേഴ്സ് പോലെ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ എക്സ്ട്രാ ഫില്ലിങ്സും തന്നേക്കണം കേട്ടോ. അപ്പോൾ ഇത് മുതലാവുണ്ട് കേട്ടോ, സത്യമായിട്ട് നല്ല ടേസ്റ്റ്. നിങ്ങൾ തന്നെ നോക്കൂ എന്ത് രസമാണ്. ചോറ്, പിന്നെ നമ്മുടെ കുറുമ, പിന്നെ നമ്മുടെ ഈ മിക്സ്ഡ് പുലാവ് പോയിട്ട് അന്നത്തെ ദിവസം എല്ലാ ഐറ്റംസും. നെക്സ്റ്റ് ഡേത്തെ വിഷു കണിയാണ്. ഏർലി മോർണിംഗ് 3 o'clock വിഷു കണ്ടു. നിങ്ങളും കണ്ടോളേട്ടാ. നിങ്ങൾ അവനവൻ്റെ വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ ഇടുമ്പോൾ. പക്ഷെ ഇപ്പം നമ്മുടെ കൂടെയും വിഷു ഒന്ന് കണ്ടോളേട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ച് നല്ലൊരു കണി കണ്ടിട്ട് നല്ലൊരു ദിവസം ആവണേ, നല്ലൊരു കൊല്ലാവണേ, നല്ല ആരോഗ്യം ആയുസ്സും ഒക്കെ ഉണ്ടാവണേന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ ഈ കൊല്ലം നല്ല ആരോഗ്യത്തോടെയും നല്ല മനസ്സമാധാനത്തോടെയും ജീവിതം പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിഷു കണി വെക്കണേൻ്റെ ഒപ്പം ഒരു വിഷു റീലില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇന്നത്തെ ദിവസം ഓൾറെഡി ടയേർഡായിരുന്നു, പക്ഷേ വിഷു റീലെടുക്കാണ്ട് ഇങ്ങനെ പോകും. അപ്പം ഞാൻ 2-3 റീലെടുത്തു. ഒന്ന് ഇൻസ്റ്റാഗ്രാമിനും ഒന്ന് യൂട്യൂബിനും വേണ്ടിയിട്ട് ഞാൻ റീലെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ചെറുതായിട്ടൊരു വീഡിയോ ഞാനിതിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വിഷു പോയത്. ഐ എം ഹാപ്പി വെരി മച്ച് ടു ബി പാർട്ട് ഓഫ് ദിസ് യൂട്യൂബ് ഫാമിലി. ഇങ്ങനൊരു യൂട്യൂബ് തുടങ്ങിയ കാരണമല്ലേ എനിക്ക് നിങ്ങളായിട്ട് എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ പറ്റണേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ പ്രസൻറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കില്ല, ഞാൻ ചെയ്യും കേട്ടോ. മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസും റീൽസും, ഇഷ്ടപ്പെട്ട റീൽസും വീഡിയോസും ഒക്കെ. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും ബെൽ ഐക്കൺ അമർത്താൻ മറക്കല്ലേ. അത് അമർത്തിയാൽ മാത്രമാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എൻ്റെ അപ്ലോഡഡ് വീഡിയോസ് നിങ്ങൾക്ക് അലേർട്ട് ചെയ്ത് തരുള്ളൂ, നോട്ടിഫിക്കേഷൻ വരുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു കുട്ടി വിഷുവാണ്. നിങ്ങൾ കേരള വിഷുവായിട്ട് ഒട്ടും കമ്പയർ ചെയ്യല്ലേ. അവിടെ പടകവും അത് ഇതൊക്കെ പൊട്ടിക്കുന്ന എനിക്കറിയാം. ഇത് നമ്മുടെ കുട്ടി നോയിഡ വിഷു. അപ്പോൾ ലാസ്റ്റായിട്ട് കൃഷ്ണൻകുട്ടിയോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. നല്ല വിശ്വാസമുണ്ട് എനിക്ക് ഈ കൃഷ്ണൻകുട്ടി എന്ത് പറഞ്ഞാലും സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ ത്രൂ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാട്ടോ. കൃഷ്ണൻകുട്ടിക്ക് ഒരു ബൈ കൊടുത്തോളൂ. ശരി, ഓക്കെ, ബൈ.
പൂജയ്ക്കായി പൂക്കാരി നിന്നെ